ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ തെറ്റ് ഇതിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യേശുവിന്റെ ജനനതീയതി എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 25 എന്ന ആൻസറേ കിട്ടത്തുള്ളൂ. എന്നാൽ ബൈബിളിൽ ഒരിടത്ത് പോലും അങ്ങനെ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ടൈം ലൈൻ അനുസരിച്ച് യേശു ജനിച്ചത് BC 6 BC 4 ഇടയിലാണ്. അതുകൊണ്ട് ഈ ടൈം ലൈൻ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. കാരണം യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വലിയൊരു തെറ്റ് ഇതിലുണ്ട്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വേദ പണ്ഡിതൻ എന്ന് തന്നെ പറയാം. കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് AD 26 വരാം. ആ സമയത്ത് യേശു ഒരു മരപ്പണിക്കാരനായിരുന്നു. യേശുവിന് ഇപ്പോൾ ഏകദേശം 30 വയസ്സുണ്ട്. പരസ്യ ശുശ്രൂഷ തുടങ്ങാൻ സമയമായി. അതിനു മുമ്പ് സ്നാപക യോഹന്നാന്റെ അടുത്ത് പോയി സ്നാനം സ്വീകരിച്ചു. ആ സമയത്ത് യോർദാൻ നദിയിൽ ഒരുപാട് പേർക്ക് യോഹന്നാൻ സ്നാനം കൊടുക്കുന്നുണ്ടായിരുന്നു. യേശു യാത്ര ചെയ്ത ഈ സ്ഥലങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് യേശു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളല്ല എന്ന് ആർക്കും പറയാൻ പറ്റാത്തത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാം. പുരാതന കൈയെഴുത്ത് പ്രതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ജൂലിയസ് സീസറിനെക്കാട്ടിലും കൂടുതൽ തെളിവുകൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിനുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാവോ? യേശു സ്നാനം സ്വീകരിച്ച അതേ സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്നും പോകാൻ പറ്റും. യോർദാൻ നദിയിലെ അൽമക്താസ് എന്നാണ് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്നും ആളുകൾ അവിടെ പോയി സ്നാനമേൽക്കുന്നുമുണ്ട്. ഈ AD 26 വേറെയും 3 അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിച്ചു. ആദ്യം മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടു. യെരുശലേമിന് കിഴക്കുള്ള വളരെ വരണ്ടതും വിജനമായ ഒരു പ്രദേശമാണത്. അവിടെ വെച്ചാണ് പിശാച് യേശുവിനെ 3 പ്രാവശ്യം പരീക്ഷിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തതായിരുന്നു ഏറ്റവും പ്രശ്നം. വീണ് എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നിനക്ക് തരാമെന്ന് പിശാച് വാക്കുകൊടുത്തു. പക്ഷെ യേശു വളരെ സിമ്പിളായിട്ട് ആ 3 പരീക്ഷകളെയും അതിജീവിച്ച് 40 ദിവസം അവിടെ ചെലവഴിച്ചു. ഇത് 40 വർഷത്തെ മരുഭൂമി യാത്രയെയും 40 ദിവസം ഏലിയ ഹോരേബ് പർവ്വതത്തിൽ മറഞ്ഞിരുന്നതിനെയും മോശ 40 ദിവസം സീനായ് മലയിൽ ഉണ്ടായിരുന്നതിനെയും പ്രതിഫലിക്കുന്നു. രണ്ടാമത്തത്, ആദ്യ ശിഷ്യന്മാരെ വിളിച്ചു. ഗലീല കടൽ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് യേശു അന്ത്രയോസ്, പത്രോസ് എന്നീ സഹോദരന്മാരെ വിളിച്ചു. അതിനുശേഷം യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചു. 1986 ഗലീല കടൽ തീരത്തിൽ നിന്ന് യേശുവിന്റെ കാലഘട്ടത്തുള്ള ഒരു പുരാതന ബോട്ട് കണ്ടെത്തി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് ഇത് യേശുവിന്റെ കാലത്തുള്ള ബോട്ടാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് യേശുവും ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്ന അതേ തരം ബോട്ടാണിത്. ഇത് യേശുവിന്റെ ബോട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ആര് ഉപയോഗിച്ചതാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ബോട്ട് ആ കാലഘട്ടത്തെയാണെന്ന് ടെസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് വലിയൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കി. പുരാവസ്തു ഗവേഷകർ ഈ കാനയെ കണ്ടെത്തി. ഇത് നസ്രേത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെ വടക്ക് വശത്താണുള്ളത്. അങ്ങനെ അവിടെ കല്യാണം നടന്നു. അവിടുത്തെ കല്യാണങ്ങളൊക്കെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. യഹൂദന്മാർ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന 75 മുതൽ 115 ലിറ്റർ വരെ വെള്ളം കൊള്ളുന്ന വളരെ വലിയ കൽപാത്രങ്ങളിലെ വെള്ളമാണ് യേശു വീഞ്ഞാക്കി മാറ്റിയത്. അതായത് ആചാരപരമായി ശുദ്ധീകരിക്കാനുള്ള വെള്ളത്തെ യേശു വലിയൊരു ആഘോഷമാക്കി മാറ്റി. ഇനി പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗമാണ്. AD 27 യേശു ദൈവാലയത്തിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ മുഴുവൻ ആട്ടി ഓടിച്ചു. അവിടെ ശരിക്കും സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, പെസഹ പെരുന്നാളിന് വേണ്ടി യേശു യെരുശലേമിലേക്ക് വന്നു. ദൈവാലയത്തിന്റെ മുറ്റത്ത് കുറേ കച്ചവടക്കാരെ കണ്ടു. പുരാവസ്തു ശാസ്ത്രം പറയുന്നത് ഈ ദൈവാലയം ഭയങ്കര വലുതായിരുന്നു എന്നാണ്. ഹേരോദ് രാജാവ് പണി കഴിപ്പിച്ച് കഴിഞ്ഞ സമയത്ത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പുണ്യസ്ഥലമായിരുന്നു അത് എന്നാണ്. ദൈവാലയത്തിന് പുറത്തുള്ള സ്ഥലം പ്രാർത്ഥിക്കാനും ആരാധിക്കാനുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മാർക്കറ്റ് പോലെ ആ സ്ഥലം മാറി. ആ സമയത്ത് റോമൻ ചക്രവർത്തിമാരുടെ ചിത്രമുള്ള നാണയങ്ങൾ ഉപയോഗിക്കുന്നത് യഹൂദന്മാർക്ക് വിഗ്രഹ ആരാധന പോലെയായിരുന്നു. അത് മാറ്റി ദൈവാലയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നാണയങ്ങൾ കൊടുക്കാനാണ് നാണയങ്ങൾ മാറ്റുന്നവർ അവിടെ ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ തന്നെ യേശു എന്തിനാണ് അവരെ ആട്ടി ഓടിച്ചതെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. കച്ചവടക്കാരുടെ അഴിമതി ഒരു കൂസലും ഇല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ വച്ച് തന്നെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്. ഈ AD 27 തന്നെ വേറെ ഒരു കാര്യം കൂടി സംഭവിച്ചു. യേശു നിക്കോദോമസിനെ കണ്ടു. ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രി നല്ല ഇരുട്ടായതിനു ശേഷം നിക്കോദോമോസ് എന്ന പരീശൻ യേശുവിനെ കാണാൻ വന്നു. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണമെന്ന് യേശു അവനോട് പറഞ്ഞു. വേറെ ഒരു രീതി പറഞ്ഞ മറ്റു മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് യേശു പറഞ്ഞത്. സ്വർഗത്തിൽ പോകാനായിട്ട് സൽപ്രവൃത്തി മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. യേശു ക്രിസ്തുവിൽ പുനർജനിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. AD 27 ഒരു ഐ ഓപ്പണർ ആയിരുന്നു. അതായത് നമ്മുടെ കണ്ണിനെ തുറക്കുന്ന ഒരു വർഷമായിരുന്നു എങ്കിൽ AD 28 എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. യേശു യാക്കോബിന്റെ കിണറിന് അടുത്ത് വെച്ച് ശമര്യക്കാരിയായ ഒരു സ്ത്രീയെ കണ്ടതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
യഹൂദന്മാർ ശമര്യക്കാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. അതിന്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ ആരാധിക്കുന്ന സ്ഥലത്തെ ചൊല്ലിയായിരുന്നു. യഹൂദന്മാർ പറയുന്നത് യെരുശലേമാണ് ആരാധന സ്ഥലം എന്ന്. ശമര്യക്കാർ പറയുന്നത് ഇവിടെയുള്ള മലയാണ് ആരാധന സ്ഥലം എന്ന്. യേശു ഈ സാമൂഹിക വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അവളോട് സംസാരിച്ചു. ഈ ലോകത്തിലെ കാര്യങ്ങൾ നൽകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോയി ദാഹിച്ച് വലഞ്ഞ അവൾക്ക് കുടിച്ചാ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത ജീവജലമാണ് യേശു വാഗ്ദാനം ചെയ്തത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഈ കിണർ ഉണ്ടായിരുന്ന വല്ല തെളിവും ഉണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം ഇന്നത്തെ നാബ എന്ന പ്രദേശത്തുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് പുരാതന മതിലുകളൊക്കെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ടൈം ലൈനിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ടെത്താൻ പറ്റുമെങ്കിൽ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുക. എന്താണെങ്കിലും അവസാനം ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. AD 28 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അടിപൊളി വർഷം എന്ന് പറയാം. അതിന്റെ കാരണം യേശു തന്നെയാണ്. ഈ വർഷത്തിൽ യേശു കാനായിൽ വച്ച് ഒരു ഉദ്യോഗസ്ഥന്റെ മകനെ യേശു തന്റെ വാക്കുകൊണ്ട് മാത്രം സൗഖ്യമാക്കി. സ്നാപക യോഹന്നാൻ അറസ്റ്റിലായതിനു ശേഷം കഫർനഹൂം എന്ന സ്ഥലത്തേക്ക് യേശു താമസം മാറി. ഇവിടത്തെ പുരാതന പള്ളിയുടെയും പത്രോസിന്റെ വീടിന്റെയും അവശിഷ്ടങ്ങൾ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. യേശു പഠിപ്പിച്ച പുരാതന ആലയത്തിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റും. ആ ആലയത്തിന്റെ 100 മീറ്റർ അപ്പുറത്ത് തന്നെ പത്രോസിന്റെ ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വീടിന്റെ അടിത്തറയും നമുക്ക് കാണാൻ പറ്റും. ഈ കഫർനഹൂമിലേക്ക് താമസം മാറിയ ശേഷം കുറച്ച് ശിഷ്യന്മാരെ കൂടെ യേശു ചേർത്തു. അക്കൂട്ടത്തിൽ ചുങ്കക്കാരനായ മത്തായി ഉണ്ടായിരുന്നു. പുരാതന ചുങ്കം പിരിക്കുന്ന സ്ഥലം ഗലീലയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. റോമൻ റോഡിന്റെയും തുറമുഖത്തിന്റെയും ചുങ്കം പിരിക്കുന്ന സ്ഥലമായിരുന്നു അത്. റോമാക്കാരുടെ പണിക്കാരനായതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് അവനെ വെറുപ്പായിരുന്നു. യേശു ആ വെറുക്കപ്പെട്ടവനെ ശിഷ്യനായിട്ട് വിളിച്ചു. മനുഷ്യരെ മറ്റുള്ളവർ പറയുന്നത് നോക്കിയല്ല യേശു വിലയിരുത്തുന്നത് എന്ന് ഇത് തന്നെ തെളിയിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും AD 28 തന്നെയാണ് യേശു അധികാരത്തോടെ കഫർനഹൂം ദൈവാലയത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ ഒരൊറ്റ വാക്കുകൊണ്ട് യേശു സൗഖ്യമാക്കി. എല്ലാവരും അത് കണ്ട് ഞെട്ടിപ്പോയി. അതിനുശേഷം പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. അന്ന് വൈകിട്ട് തന്നെ ഒരുപാട് രോഗികൾ അവന്റെ അടുത്ത് വന്ന് സൗഖ്യമായി പോയി. അതിനുശേഷം ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് വന്ന് അവനെ സൗഖ്യമാക്കാനായിട്ട് യേശുവിനോട് അപേക്ഷിച്ചു. ഇതിനകത്തുള്ള ഒരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കുഷ്ഠരോഗിയെ എങ്ങനെ നഗരത്തിന്റെ പുറത്താക്കിയിരുന്നു എന്നും എങ്ങനെ അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു എന്നും ചാവകടൽ ചുരുൾ പറയുന്നുണ്ട്. ഗലീലയുടെ അടുത്തുള്ള കുറേ ഗുഹകൾ ഈ കാര്യത്തെ ഉറപ്പിക്കുന്നുമുണ്ട്. അവനെ വെറുതെ സൗഖ്യമാക്കി വിട്ടു, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് സൗഖ്യമാക്കി എന്നല്ല അവിടെ പറയുന്നത്. അവനെ തൊട്ട് സൗഖ്യമാക്കി എന്നാണ്. അവനെ ഇത്രയും വർഷം ആരും തൊട്ടിട്ടില്ല. ഈ സമയത്താണ് ആദ്യമായിട്ട് യേശു അവനെ തൊടുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന അവന്റെ മനസ്സിലെ ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടം കൊണ്ട് സൗഖ്യം അവസാനിക്കുന്നില്ല. യേശു കഫർനഹൂമിൽ ഒരുപാട് പേർ വന്നുകൂടിയ ഒരു വീടിനകത്തിരുന്ന് അവരോട് സംസാരിക്കുമായിരുന്നു. ആ സമയത്ത് 4 പേർ ചേർന്ന് അവരുടെ കൂട്ടുകാരനെ ആ വീടിന്റെ മുകൾ വശം പൊളിച്ച് താഴേക്ക് ഇറക്കി. അന്നത്തെ കാലത്തൊക്കെ വീടിന്റെ മുകൾ ഭാഗം ചെളി വൈക്കോലൊക്കെ ചേർത്താണ് പണിതിരുന്നത്. അതിനെ പൊളിക്കാനും എളുപ്പമാണ്. ശേഷം AD 28 പകുതിയാകുമ്പോഴേക്കും ഒരു വിരുന്നിന് വേണ്ടി യെരുശലേം പോയ സമയത്ത് യേശു ബെഥസ്ത കുളത്തേക്കും പോയി. ആട്ടിൻ കവാടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കുളം. ചില സംശയവാദികളൊക്കെ യോഹന്നാൻ പറഞ്ഞ ഈ 5 മണ്ഡപത്തെക്കുറിച്ച് കളിയാക്കി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ പുരാവസ്തു ഗവേഷകർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കുളവും 5 മണ്ഡപവും കണ്ടെത്തി. ഇവിടെ വെച്ചാണ് യേശു 38 വർഷം രോഗത്താൽ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടതും അവനെ സൗഖ്യമാക്കിയതും. യേശുവിനെ നിങ്ങൾ ദൈവമാണെന്നോ ലോകത്തിന്റെ രക്ഷകനാണെന്നോ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും എന്തിന്, ദൈവമില്ല എന്ന് പറയുന്നവർ പോലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാ, ഗിരിപ്രഭാഷണം ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപ്ലവകരമായ ഒരു സന്ദേശമാണ് എന്നാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗലീലയിൽ യേശു ഒരു മലയിൽ കയറി ആയിരക്കണക്കിന് വരുന്ന ജനത്തോട് സംസാരിച്ചു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അതിനുശേഷം കഫർനഹൂമിൽ വച്ച് ഒരു ശതാധിപൻ യേശുവിന്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു. യേശു ഒരു വാക്കുകൊണ്ട് ദൂരെയായിരുന്ന അവന്റെ ഭൃത്യനെ സൗഖ്യമാക്കി. അതിനുശേഷം നയീൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ തനിക്കുണ്ടായിരുന്ന ഒരൊറ്റ മോനും മരിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു അമ്മയ്ക്ക് അവളുടെ മകനെ ജീവനോടെ ഉയർപ്പിച്ചു കൊടുത്തു. മരണത്തിന്മേൽ പോലും യേശുവിന് അധികാരമുണ്ട് എന്നത് ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിനുശേഷം AD 29 എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കേ. ഒരു ദിവസത്തെ മുഴുവൻ ഉപമകൾക്കും പ്രസംഗത്തിനും ശേഷം യേശു ഗലീല കടലിലുണ്ടായ വലിയ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. അതിനുശേഷം വിജാതീയരുടെ സ്ഥലമായ ദക്കപ്പൊലി നാട്ടിലേക്ക് ചെന്ന് ലഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അതിനുശേഷം മരിച്ചുപോയ യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. ശേഷം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർക്ക്, സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടിയിട്ടില്ല, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു.
അതിനുശേഷം ഒരു രാത്രി കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് കടലിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. പത്രോസും വെള്ളത്തിന് മീതെ നടന്നെങ്കിലും അവൻ യേശുവിൽ നിന്ന് കണ്ണു മാറ്റിയ സമയത്ത് മുങ്ങിപ്പോയി. യേശു കരം പിടിച്ച് അവനെ ബോട്ടിൽ കയറ്റി. അതിനുശേഷം പിന്നെയും ഒരു വലിയ കൂട്ടം ജനം യേശുവിന്റെ അടുത്തേക്ക് വന്നു. ഈ പ്രാവശ്യം 4000 പേരുണ്ട്. അതിൽ കൂടുതലും അന്യജാതിക്കാരാണ്. അവർ യേശുവിന്റെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് 5000 യഹൂദന്മാരെയും 4000 വിജാതീയരെയും പോഷിപ്പിച്ചത് കാണിക്കുന്നത് സ്വർഗീയ അപ്പം അത് സകലരെയും പോഷിപ്പിക്കും എന്നാണ് എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് യേശു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം സൗഖ്യമാക്കി. ആദ്യം പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മനുഷ്യരൊക്കെ മരങ്ങളെ പോലെ അവന് തോന്നി. യേശു പിന്നെയും പ്രാർത്ഥിച്ചു. അതിനുശേഷം അവന് നന്നായിട്ട് കാണായിരുന്നു. ഇനി നമുക്ക് കൈസരയിലെ ഫിലിപ്പിയിലേക്ക് പോകാം. അതൊരു വിജാതീയ ദേശമാണ്. വിജാതീയ ആരാധനാലയങ്ങളും നഗര കവാടം എന്ന് എഴുതി വെച്ചിരുന്ന ഒരു ഗുഹയും ഉണ്ടായിരുന്നു. ഒരു കാര്യം അറിയാമോ? ഇത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വെച്ചാണ് യേശു ചോദിച്ചത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന്. ഉടനെ പത്രോസ് പറഞ്ഞു, അങ്ങ് ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന്. ഇതും ഈ വർഷത്തിലാണ് സംഭവിക്കുന്നത്. ഇതിലുള്ള അത്ഭുതം എന്താണെന്നറിയാമോ? ഇവിടെ വെച്ചാണ് യേശു പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ ദൈവരാജ്യത്തിന്റെ വളർച്ചയെ തടുക്കാൻ പറ്റില്ല എന്ന്. ഇത് കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷം, നമ്മളിപ്പോൾ AD 30 അന്ന് അവിടെ സ്വർഗീയമായ ഒരു കാര്യം സംഭവിച്ചു. യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി നല്ല ഉയരമുള്ള ഒരു മലയിലേക്ക് പോയി. അവിടെ വെച്ച് ന്യായപ്രമാണത്തെ പ്രതിനിധീകരിക്കുന്ന മോശയും പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവർ മരിച്ചുപോയവരാണ്. പക്ഷേ അന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ സംപ്രീതനായിരിക്കുന്ന എൻ്റെ പ്രിയപുത്രൻ ഇവൻ തന്നെ, ഇവൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എന്ന് പിതാവായ ദൈവം മേഘങ്ങളിൽ നിന്ന് സംസാരിച്ചു. അതിനുശേഷം കഫർനഹൂമിൽ വച്ച് ദൈവാലയ നികുതി കൊടുക്കേണ്ടി വന്നപ്പോ മീൻ പിടിക്കാൻ പറഞ്ഞു. കിട്ടുന്ന മീന്റെ വായിൽ ഒരു ദൃഹ്മ പണം ഉണ്ടാകുമെന്നും അത് നമുക്ക് 2 പേർക്ക് മതിയാകുമെന്നും അതെടുത്ത് നികുതി അടയ്ക്കാൻ യേശു പത്രോസിനോട് പറഞ്ഞു. യേശു അതിനുശേഷം സ്വന്തം ശരീരം തന്നെ ദൈവത്തിന്റെ ആലയമായി വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ടൈം ലൈൻ ഇപ്പോഴും തുടരുന്നുണ്ട്. യേശു യെരുശലേമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ച് 72 ശിഷ്യന്മാരെ നിയമിക്കാൻ യേശു തീരുമാനിച്ചു. ചില എഴുത്തുപ്രതികളിൽ 70 എന്നാണ് പറയുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ജനതകളെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ലോകം മുഴുവനുമുള്ള സുവിശേഷ ഘോഷണത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അങ്ങനെ യേശു ഈ 70 അല്ലെങ്കിൽ 72 പേരെ ഈ 2 പേരായി യേശു പോകുന്നതിന് മുമ്പേ പല നഗരങ്ങളിലേക്കും വിജാതീയരുടെ നഗരങ്ങളിലേക്കും അയച്ചു. ഈ സത്വർത്തമാനം എല്ലാ അതിരുകളും കടക്കണമെന്നതിന്റെ സൂചനയായിരുന്നു അത്. യേശു പൂർണ്ണ മനുഷ്യനും അതേപോലെ തന്നെ പൂർണ്ണ ദൈവമായിരുന്നു എന്നും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ 2 സ്വഭാവങ്ങളും ഒരേ വ്യക്തിയിൽ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. യെരുശലേമിനടുത്തുള്ള ബഥാനിയയിൽ വെച്ച് യേശുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ലാസർ മരിച്ചുപോയി. അവന്റെ സഹോദരിമാരൊക്കെ ലാസറിന്റെ മരണത്തിൽ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടപ്പോ ബൈബിളിലെ തന്നെ ഏറ്റവും ചെറിയ വാക്യം പറയുന്നത് പോലെ യേശു കണ്ണുനീർ വാർത്തു. എന്നാൽ യേശു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. മരിച്ച് 4 ദിവസത്തിനു ശേഷം ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകും എന്ന് യഹൂദ ആചാരങ്ങൾ വിശ്വസിച്ചിരുന്ന ആ സമയത്ത് യേശു വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തുവാ എന്ന്. അവൻ പുറത്തു വന്നു. യേശുക്രിസ്തു അക്ഷരാർത്ഥത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചു. നിങ്ങൾ ഇസ്രായേലിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബഥാനിയയിൽ ലാസറിനെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന ആ കല്ലറ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. യേശുവിന്റെ കാലഘട്ടത്തിലുള്ള മറ്റു പല ശവകുടീരങ്ങളും അവിടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അത്ഭുതം പരസ്യമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അന്നത്തെ അധികാര വർഗത്തിനത് ഇഷ്ടപ്പെട്ടില്ല. അന്നു മുതൽ യേശു അവരുടെ പ്രധാന ലക്ഷ്യമായി മാറി. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും യേശുവിനെ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. അതിനുശേഷം ശമര്യയുടെയും ഗലീലയുടെയും അതിർത്തിയിൽ വെച്ച് യേശു 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടി. ശേഷം അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അവരുടെ ശരീരവും സമൂഹത്തിൽ നഷ്ടപ്പെട്ടവരുടെ സ്ഥാനവും യേശു തിരിച്ചു കൊടുത്തു. എന്നാൽ 10-ൽ ഒരാൾ മാത്രമേ സൗഖ്യമാക്കിയതിന് നന്ദി പറയാനായിട്ട് തിരിച്ചു വന്നുള്ളൂ. അതും ഒരു ശമര്യക്കാരൻ. പിന്നെയും വിശ്വാസത്തിന് പുറത്തുള്ളവനാണ് വിശ്വാസത്തിന്റെ മാതൃകയാകുന്നത്. മനുഷ്യർക്കിടയിലുള്ള ദൈവത്തിന്റെ ഹൃദയം കാണിക്കുന്ന മനോഹരമായ മറ്റൊരു ഉദാഹരണമാണ് ഇനി കാണാൻ പോകുന്നത്. അമ്മമാർ അവരുടെ ചെറിയ കുട്ടികളെ യേശു ഒന്ന് അനുഗ്രഹിക്കാനായിട്ട് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. റബ്ബിമാർക്കിടയിൽ ഇതൊരു സാധാരണ കാര്യമാണ്. എന്നിട്ട് പോലും ശിഷ്യന്മാർ ആ കുഞ്ഞുങ്ങളെ തടയാൻ ശ്രമിച്ചു. പക്ഷേ യേശു അവരോട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുക, അവരെ തടയരുത്. കാരണം സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം എന്ന്. ഓരോ കുഞ്ഞുങ്ങളും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മാത്രമല്ല അദ്ദേഹം കാണിച്ചത്, അമിതമായ സംശയം നമ്മെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്കെല്ലാം ഒരു കുഞ്ഞിന്റെ മനസ്സുണ്ടായാൽ മതി. ശേഷം നിത്യജീവൻ നേടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ആ ധനികനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചേ.
യേശു പറഞ്ഞു, കൽപ്പനകളെല്ലാം ചെയ്യുക എന്ന്. അതിനുശേഷം പിന്നെയും പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന്. ഈ മനുഷ്യൻ ഒന്നും പറയാൻ പറ്റാതെ വളരെ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അതായിരുന്നു അവന്റെ ദൈവം. സ്വർഗത്തിലെ ദൈവത്തിലല്ല, മറിച്ച് തന്റെ സമ്പത്തിലായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. ഇനി യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് സംഭവിച്ച ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. യേശു എരിഹോ നഗരത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സക്കായിയെ കണ്ടു. എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അവനെ വെറുപ്പായിരുന്നു. സക്കായി ആണെങ്കിൽ ഒരു കാട്ടത്തിമരത്തിൽ ഇരിക്കുമായിരുന്നു. യേശു അവനെ അടുത്തേക്ക് ക്ഷണിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കണ്ട് ഞെട്ടിയെങ്കിലും, ഞാൻ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് അവൻ പറഞ്ഞു. ദൈവകൃപ അവന്റെ ആർത്തിയുള്ള ഹൃദയത്തെ പൂർണ്ണമായിട്ട് മാറ്റി. ശേഷം പെസഹ പെരുന്നാളിന് ദിവസങ്ങൾക്ക് മുമ്പ് യേശു കൂട്ടുകാരുടെ കൂടെ ബഥാനിയിൽ കഴിക്കുമായിരുന്നു. ആ സമയത്ത് ലാസറിന്റെ സഹോദരിയായ മറിയ വിലയേറിയ സുഗന്ധ തൈലം ഏകദേശം 1/2 ലിറ്ററോളം യേശുവിന്റെ കാലിൽ ഒഴിച്ചു. എന്നിട്ട് തലമുടി കൊണ്ട് അതിനെ തുടച്ചു. അതിന്റെ സുഗന്ധം ആ വീട് മുഴുവൻ നിറഞ്ഞു. എന്നാൽ കാശിനു വേണ്ടി മാത്രം ചിന്തയുള്ള യൂദാസിന് ദേഷ്യം വന്നു. കാരണം ആ തൈലത്തിന് അന്ന് നല്ല വിലയുണ്ടായിരുന്നു. യേശു അവൾ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നുമുണ്ട്. ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ സ്വച്ഛചെടി മാംസത്തൈലമായിരുന്നു അത്. അത് നല്ല അപൂർവവും ഒരാൾ ഒരു വർഷം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളത്തിന് തുല്യമായിരുന്നു അതിന്റെ വില. ഇനി പറയാൻ പോകുന്ന കാര്യം ആദ്യമായിട്ടാണ് വായിക്കുന്നതെങ്കിൽ അത് വായിക്കുമ്പോൾ പലരും അത്ഭുതപ്പെടാറുണ്ട്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തു നല്ല ഗാംഭീര്യത്തോടെ നഗരത്തിൽ വരാനായിട്ട് ഒരു കുതിരയിലോ രഥത്തിലോ ഒക്കെ വരുന്നതിന് പകരം ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് യെരുശലേമിലേക്ക് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു, നീതിമാനും വിജയശ്രീ ലാളിതനും സൗമ്യതയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി, പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്ത് കയറി വരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ കുരുത്തോലകൾ ജനക്കൂട്ടം വീശി. എന്നാൽ യേശു അവർക്ക് അതിനേക്കാളും വലിയ സ്വാതന്ത്ര്യമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം പറയാം, ഒലിവുമലയിലേക്കുള്ള ആ വഴിയിൽ ഇന്നും എല്ലാ ഓശാന ഞായറാഴ്ചകളിലും ആളുകൾ നടക്കാറുണ്ട്. അതിലും ആവേശകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കലാപത്തിൽ നിന്നുള്ള പുരാതന നാണയങ്ങൾ ഇന്ന് അവിടെയുള്ള മ്യൂസിയങ്ങളിലുണ്ട്. ആ നാണയത്തിൽ കുരുത്തോലയുടെ ചിത്രങ്ങളുമുണ്ട്. ഇത് സുവിശേഷ പുസ്തകങ്ങൾക്ക് കൂടുതൽ ആധികാരികത നൽകുന്നുണ്ട്. ആ വലിയ ദൈവാലയത്തിന്റെ മുൻവശം ഓർമ്മയുണ്ടോ? യേശു പിന്നെയും അവിടെ എത്തി. പക്ഷേ നാണയം മാറ്റുന്നവരും കച്ചവടക്കാരും പിന്നെയും അവിടെ എത്തി അവരുടെ വ്യാപാരങ്ങൾ തുടർന്നു. അങ്ങനെ യേശു അവരെ 2ാം പ്രാവശ്യവും അടിച്ചു ഓടിച്ചു. ശേഷം അവിടെ തന്നെ യേശു പഠിപ്പിക്കാൻ തുടങ്ങി. ആ ആഴ്ച മുഴുവൻ യേശു പരസ്യമായി പഠിപ്പിച്ചു, ഉപമകൾ പറഞ്ഞു, അഴിമതി ചെയ്യുന്ന നേതാക്കളെ ശാസിച്ചു, യെരുശലേമിനെ ഓർത്ത് കരയുകയും ചെയ്തു. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ചരിത്രകാരനായ യോസിഫസിന്റെ വിവരണങ്ങളുമായി കൃത്യമായി യോജിക്കുന്ന റോയൽ സ്റ്റോവ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇവിടെ വെച്ചായിരിക്കാം ഒരുപക്ഷെ യേശു പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ യേശു ദേവാലയം വിട്ട് ഒലിവുമലയിലേക്ക് പോയി. അവിടെ വച്ച് യെരുശലേമിന്റെയും 2ാം ദൈവാലയത്തിന്റെയും നാശം യേശു മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. അത് AD 70 യേശു പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി സംഭവിച്ചു. ആദ്യത്തെ ദൈവാലയം പണിതത് ശലോമോനായിരുന്നു. അത് BC 586 ബാബിലോണിയക്കാർ നശിപ്പിച്ചു. 2ാമത്തെ ദൈവാലയം പണിതത് BC 516 അതാണ് യേശു പ്രവചിച്ചതുപോലെ AD 70 നശിപ്പിക്കപ്പെട്ടത്. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. റോമൻ ആക്രമണത്തിൽ തകർന്നു വീണ് പടിഞ്ഞാറൻ മതിലിന്റെ വലിയ കല്ലുകൾ ഇന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനുശേഷം ദൈവമായ ക്രിസ്തു ലോക അവസാനത്തെക്കുറിച്ച് വളരെ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആകാശത്തിലും മനുഷ്യരിലും അടയാളങ്ങൾ ഉണ്ടാകുമെന്നും ലോക സമാധാനത്തിനുള്ള ഉത്തരം തങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കള്ള ക്രിസ്തുമാർ ഉയർന്നു വരുമെന്ന് യേശു പറഞ്ഞു. മനുഷ്യപുത്രൻ എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് എല്ലാവരും ഏത് സമയത്തും ഒരുങ്ങിയിരിക്കാനായിട്ട് യേശു മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഈ ടൈം ലൈനിൽ എന്താണ് തെറ്റുള്ളത്? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒതുക്കാൻ കഴിയുന്നത്ര വലിയൊരു ടൈം ലൈൻ ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നതാണ് സത്യം. കാരണം മനുഷ്യനായി അവതരിച്ച ദൈവമായ യേശു കാലങ്ങൾക്ക് അതീതനായി നിലനിൽക്കുന്നവനാണ്. നമുക്ക് യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ഇതേപോലൊരു ടൈം ലൈൻ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ആ ടൈം ലൈൻ പൂർണ്ണമായിട്ട് ശരിയാകണമെങ്കിൽ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ആരംഭവും അവസാനവുമാകുന്നു എന്ന്. നല്ല പൂർണ്ണമായ ഒരു ടൈം ലൈൻ ചെയ്യണമെങ്കിൽ യേശു ഭൂമിയിൽ വന്ന പല സാഹചര്യങ്ങളെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പുള്ള പല പ്രത്യക്ഷപ്പെടലുകളും ഈ ടൈം ലൈനിൽ ചേർത്തിട്ടില്ല എന്നതാണ് ഈ ടൈം ലൈനിലുള്ള തെറ്റ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.